നമ്മുടെ സംസ്ഥാനത്ത് റേബീസ് ബാധിച്ച ഒരു 5 വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു പൂച്ചയോ പട്ടിയോ ഒക്കെ കടിക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ റേബീസ് വാക്സിൻ എടുക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ റേബീസ് വാക്സിൻ എടുത്തിട്ടും ആ കുട്ടിക്ക് റേബീസ് ബാധ ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്തു. ഇത് വളരെയധികം ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസാണ്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് റേബീസ് വാക്സിൻ എടുത്തിട്ടും ആ കുട്ടിക്ക് റേബീസ് ബാധ ഉണ്ടായതും മരണം ഉണ്ടായതും എന്നുള്ളത്. വളരെ അപൂർവമാണ് എന്നുണ്ടെങ്കിൽ പോലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റേബീസ് വാക്സിൻ എടുത്താലും ചിലപ്പോൾ റേബീസ് ബാധ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാക്സിൻ മാത്രമല്ല റേബീസിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതാണ്. ആദ്യത്തെ കാര്യം, നമുക്കൊരു പട്ടിയോ പൂച്ചയോ എന്തോ ആവട്ടെ, അങ്ങനത്തെ ഒരു കടിയോ മാന്തലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം റേബീസ് വാക്സിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. 48 മണിക്കൂറാണ് മാക്സിമം സമയം. പക്ഷേ അറ്റ് ദ ഏർലിയസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം അതായത് ആദ്യത്തെ ഡോസ് കിട്ടാൻ നമുക്ക് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം ആ വൈറസ് നമ്മുടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നാഡീഞരമ്പുകളിലൂടെ നമ്മുടെ തലച്ചോറിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു ഷെഡ്യൂൾ മുഴുവൻ, അതായത് 0, 3, 7 അങ്ങനെ എന്ന് പറയുന്ന ഒരു 4 ഡോസ് എടുക്കണം. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് വളരെയധികം അപകടം നിറഞ്ഞൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ്. ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള കാര്യം ഫസ്റ്റ് എയ്ഡ് ആണ്. അതായത് ഒരു കടിയോ മാന്തലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നല്ലപോലെ സമയമെടുത്ത് റണ്ണിങ് വാട്ടറിൽ ആ മുറിവ് വൃത്തിയായി കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ വൈറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആ മുറിവിന്റെ സ്ഥലത്താണ്. നമുക്ക് ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്താലും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ഉണ്ടാവാൻ വീണ്ടും ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കൂടി എടുത്തേക്കാം. അപ്പോൾ ആ സമയമൊക്കെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അത് ഞരമ്പുകൾ വഴി, അതായത് നാഡികൾ വഴി നമ്മുടെ തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വൈറസ് ലോഡ് കുറയ്ക്കാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് ഈ മുറിവ് നന്നായിട്ട് കഴുകുക എന്നുള്ളത്. പലപ്പോഴും ആളുകൾ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ മറന്നുപോകും. പക്ഷേ വാക്സിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു രീതിയിലുള്ള മുറിവ് കഴുകൽ. പലരും പറഞ്ഞു കേട്ടത് ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ അത് ആ കഴുകുന്ന കാര്യത്തിൽ എന്തോ കഴുകിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരിക്കലും മറക്കരുത്. ഈ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് തൊലിയുടെ താഴെ ഇൻട്രാഡെർമൽ ആയിട്ടാണ് കുത്തിവെക്കേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളൊക്കെയാണ് ചിലപ്പോൾ അത് മസിലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോങ് മെത്തേഡ് വഴി ചിലപ്പോൾ ഈ വാക്സിൻ പ്രോപ്പറായിട്ട് ശരീരത്തിലേക്ക് എത്തിയില്ല എന്ന് വരാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ വാക്സിൻ്റെ എഫിക്കസി, അതായത് പ്രോപ്പറായിട്ടല്ല സ്റ്റോറേജ് ചെയ്തത്, അതിൻ്റെ ടെമ്പറേച്ചർ ശരിയായിരുന്നില്ല. അപ്പോൾ വാക്സിൻ സൂക്ഷിച്ചതിൻ്റെ എന്തെങ്കിലും പാകപ്പിഴകൾ മൂലം അതിന് പ്രോപ്പറായിട്ടുള്ള എഫിക്കസി കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം വാക്സിൻ എടുത്താലും അണുബാധ ഉണ്ടാവാൻ, അതായത് വൈറസ് ബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് കടി കിട്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് തലയിലാണ് കടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോക്കൂ, നമുക്ക് അറിയുന്ന പോലെ തലയിൽ, അതായത് ഈ ഒരു അപ്പർ ബോഡി പാർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ തലച്ചോറിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ നെർവ് എൻഡിങ്ങുകളിൽ, അതായത് കൈകളുടെ അഗ്രങ്ങളിൽ, കാലിൻ്റെ അഗ്രങ്ങളിൽ, തലയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് തലയുടെ ഭാഗത്ത് കിട്ടിക്കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് വളരെയധികം കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ കൈയുടെ അഗ്രത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ നെർവ് എൻഡിങ്സ് ധാരാളമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ നെർവ്, ഈ നാഡികളിലൂടെയാണ് ഈ വൈറസ് പറ്റിപ്പിടിച്ച് നമ്മുടെ തലച്ചോറിലെത്തുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന കടികൾ വളരെ ഡെഡ്ലിയാണ്. കാരണം വൈറസ് പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്താം. അപ്പോൾ ഈ കുട്ടിക്ക് കടി കിട്ടിയത്, വലിയൊരു കടി അല്ലെങ്കിൽ അതിൻ്റെ മുറിവുണ്ടായിരുന്നത് തലയിലാണ്. അപ്പോൾ അതും ഒരു കാരണമായി വന്നേക്കാം. അപ്പോൾ നമ്മൾ വാക്സിൻ എടുത്താലും ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ദിവസങ്ങൾ എടുത്തേക്കാം. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും വൈറസ് തലച്ചോറിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഫസ്റ്റ് എയ്ഡ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. രണ്ടാമത്തേത്, എത്രയും വേഗം ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുക്കുക. വാക്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഷെഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുക. വാക്സിൻ നല്ലൊരു സ്ഥലത്ത്, അതായത് ഗവൺമെൻറ് ആശുപത്രികളിൽ, നല്ല ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ട് കൊടുക്കുക. അപ്പോൾ വാക്സിൻ്റെ എഫിക്കസി കൊടുക്കുന്ന രീതികളെല്ലാം നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇനി ഒരു കാര്യം പലരും ചോദിച്ചു, നമ്മൾ പല വാക്സിനും കൊടുക്കുന്നത് മുന്നേ ആയിട്ടാണല്ലോ, അതായത് നമുക്കൊരു അസുഖം വരുന്നതിന് മുന്നേ ആണല്ലോ നമ്മൾ വാക്സിൻ എടുക്കുന്നത്. റേബീസിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടോ? അതായത് റേബീസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി വാക്സിൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ആക്ച്വലി ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല, അത് ഊഹിക്കാലോ. അപ്പോൾ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക്, അതായത് ഇപ്പോൾ ഈ പട്ടികളെ പൂച്ചകളെയൊക്കെ ബ്രീഡ് ചെയ്യുന്ന ആളുകൾ, അവരുടെ കെന്നലുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുന്ന ആളുകൾ, വീട്ടിൽ കുറേ പെറ്റ്സ് ഉള്ള ആളുകൾ, വെറ്റിനറി സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കടിയും മാന്തലൊക്കെ കിട്ടാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് എന്ന് പറയും. അതായത്
കടി കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പ്രതിരോധം എന്നുള്ള രീതിയിൽ എടുക്കുന്ന കുത്തിവയ്പ്പ്. അപ്പോൾ അവര് 3 ഡോസ് എടുക്കണം. 037 ആക്ച്വലി ലോകാരോഗ്യ സംഘടന പറയുന്നത് 2 ഡോസാണ്, 03 മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് 3 ഡോസുകളുണ്ട്, 037. ഇത് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കടി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല അളവിൽ ആന്റിബോഡികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ വാക്സിൻ എടുക്കേണ്ടെന്നല്ല, പക്ഷെ സാധാരണ രീതിയിൽ എടുക്കുന്ന 4 ഡോസിന്റെ ആവശ്യമില്ല. 0യും 3യും മാത്രം എടുത്താൽ മതി, 2 ഡോസ് എടുത്താൽ മതി. കാരണം അവർ മുന്നേ തന്നെ വാക്സിനേറ്റഡ് ആണ്, അവരുടെ ശരീരത്തിൽ അത്യാവശ്യം അളവിൽ ആന്റിബോഡികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ഇനി ഒരു ഇമ്മ്യൂണോഗ്ലോബിലിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ടോക്ക് വൈൻഡപ്പ് ചെയ്യാം. എപ്പോഴാണ് റേബീസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കേണ്ടതായിട്ട് വരിക? ഇമ്മ്യൂണോഗ്ലോബിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ അല്ലാതെ, വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായി തന്നെ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡികളാണ്. അത് ഡയറക്റ്റ്ലി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മുടെ തലയിലും അവിടെയൊക്കെ അങ്ങനെയുള്ള വലിയ മുറിവുകൾ ഉണ്ടാവുമ്പോൾ അതിന്റെ റിസ്ക് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ അത് ഹൈ റിസ്ക് ആയിട്ടുള്ള വൂണ്ടുകളാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ കൊടുക്കേണ്ട ഒരു വാക്സിന്റെ കൂടെ കൊടുക്കേണ്ട മരുന്നാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അത് നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഇഞ്ചക്ഷൻ ആയിട്ടല്ലേ എടുക്കുക. എവിടെയാണോ നമുക്ക് ആ കടി കിട്ടിയത് ആ ഭാഗത്ത് അതിന് ചുറ്റിലുമാണ്, അല്ലെങ്കിൽ ആ വൂണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറസുകൾ ഉണ്ടാവുന്നത് ആ മുറിയുടെ സ്ഥലത്താണ്. അപ്പോൾ ആ മുറിവിന്റെ ഭാഗത്തുള്ള മാക്സിമം വൈറസുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് ചുറ്റും അല്ലെങ്കിൽ ആ മുറിവിന് ചുറ്റും ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കുന്നത്. അപ്പോൾ എല്ലാ കടികൾക്കും മാന്തലുകൾക്കും ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള കടികൾക്ക്, പ്രത്യേകിച്ചിട്ട് തലയിലെ ഭാഗത്തൊക്കെ കിട്ടുന്ന കടികൾക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടെ വാക്സിൻ്റെ കൂടെ കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റേബീസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നോക്കൂ, റേബീസ് എന്ന് പറയുന്നത് ഇന്നും നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആന്റിവൈറൽ മരുന്ന്, കൃത്യമായിട്ടുള്ള ചികിത്സ, കാരണം നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. റേബീസിനായിട്ടൊരു മരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. അപ്പം അതുകൊണ്ട് കടിയും മാന്തലൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ ഹൈ റിസ്ക് ഗ്രൂപ്പിലുള്ളവർ ദയവ് ചെയ്ത് പോയിട്ട് ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എടുത്തു വെക്കുക. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? ഇനി ബാക്കിയുള്ള ആളുകൾ ഒരു കടിയോ മാന്തലൊക്കെ കിട്ടിയാൽ പലരും പറഞ്ഞു കേൾക്കാം, അത് വീട്ടിലുള്ള പൂച്ചയാണ്, എനിക്ക് അറിയുന്ന നായയാണ്, അത് വാക്സിനേഷനൊക്കെ എടുത്ത നായയാണ്, പൂച്ചയാണ്. അതൊന്നും ഒരു കാരണമല്ല. ഒരിക്കലും റിസ്ക് എടുക്കരുത് റേബീസിന്റെ കാര്യത്തിൽ. എന്തെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്ക്രാച്ചസോ കടിയോ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അറ്റ് ദ ഏർലിയസ്റ്റ് പോയിട്ട് വാക്സിൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക. ഡോക്ടർമാർ, പിന്നെ പലർക്കും പേടിയാണ്, പലരുടെയും വിചാരം ഇപ്പോഴും പൊക്കിളിന് ചുറ്റുമാണ് 14 ഇഞ്ചക്ഷൻ വെക്കുമെന്നൊക്കെ ഇന്നും വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അല്ല. ഇത് വളരെ ചെറിയ ഒരു തൊക്കിന്റെ താഴെ ഇൻട്രാഡെർമൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. മാക്സിമം 4 ഡോസിന്റെ 03728 അങ്ങനെ 4 ഡോസിന്റെ ആവശ്യമേ ഉള്ളൂ. പണ്ടത്തെ പോലെ പറഞ്ഞു കേൾക്കുന്ന പോലെ പൊക്കിളിന് ചുറ്റും 14 ഇഞ്ചക്ഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ബൈ.